ക്യാമ്പസ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിലിംസ് പരീക്ഷ, പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ WCPO അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിലേക്ക് പ്രിലിംസ് പരീക്ഷ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു, തള്ളാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പറയുന്നത് തള്ളാണ് എന്ന് തോന്നുന്നവർ ഇതിലോട്ടൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. വിവിധ ബറ്റാലിയനുകളിലെ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ സിവിൽ പോലീസ് തസ്തികകളുടെ പരീക്ഷകൾ 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തുന്നതാണ്. ഈ തസ്തികകൾക്ക് പ്രാഥമിക പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. കണ്ടല്ലോ, അപ്പോൾ ഇപ്രാവശ്യം സിവിൽ പോലീസ് എഴുതിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു അസറ്റ് തന്നെയാണ്. കാര്യം പ്രിലിംസ് പരീക്ഷ ഉണ്ടാവത്തില്ല, ഒറ്റ പരീക്ഷ, അത് മെയിൻസ് പരീക്ഷയായിട്ട് ഒറ്റ പരീക്ഷ നടത്തുന്നു, ഫോളോ ചെയ്തിട്ട് ഫിസിക്കൽ എക്സാം നടത്തുന്നു, കിട്ടിയാൽ പോലീസ്. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പോളിസി. കണ്ടില്ലേ? അപ്പോൾ ആ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ആരും നിർത്തിയിട്ട് പോരുത്. കാര്യം കുറച്ചധികം റിസൾട്ടുകളുടെ കാര്യവും കുറച്ചധികം അപ്ഡേറ്റുകളുടെ കാര്യവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യത്തില്ല, ഇനി തൊട്ട് പ്രിലിംസ് പരീക്ഷ ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ, കേരള PSCയുടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2022 നടന്ന 10ാം തലം 12ാം തലം ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയെ തുടർന്നുള്ള സാധ്യതാ പട്ടികകൾ 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജനുവരി കൊണ്ട് തീരത്തില്ല, ഫെബ്രുവരി വരെ നീളുമെന്നൊക്കെയാണ് കേരള PSC പറയുന്നത്. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള മുഖ്യ പരീക്ഷകൾ എപ്പോൾ നടത്തുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, എപ്പോഴാണ്? 2023 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ നടത്തുന്നതാണ്. നമ്മുടെ മുന്നിൽ ഒട്ടും സമയം ഇല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് പഠിക്കാനുള്ളവർ എത്രയും വേഗം തന്നെ പഠിക്കുക. അപ്പോൾ ടൈം ടേബിൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്, വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഓൾറെഡി ടൈം ടേബിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. എത്രയും വേഗം കമൻറ്റ് ബോക്സിലൂടെ ജോയിൻ ചെയ്യുക, ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യുക. ക്ലാസ്സുകൾ വളരെ അറേഞ്ച്ഡ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നുണ്ട്. ക്ലാസ്സുകളും കൂടി നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലുള്ള അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഫീൽഡ് ഓഫീസർ, പോലീസ് വകുപ്പിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികകളുടെ പൊതു പ്രാഥമിക പരീക്ഷകൾ. അപ്പോൾ SIക്ക് പ്രാഥമിക പരീക്ഷ ഉണ്ട്, 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടത്തും. ഈ തസ്തികകളുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് കാറ്റഗറി അനുസരിച്ച് വെവ്വേറെ മുഖ്യ പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ ഏതൊക്കെ എക്സാംസിന്റെ കാര്യമാണ് പറയുന്നത്? നമ്മുടെ ഫീൽഡ് വർക്കർ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഫീൽഡ് ഓഫീസർ, പോലീസ് വകുപ്പിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ തസ്തികകൾക്ക് പ്രാഥമിക പരീക്ഷയുണ്ട്, അതിനുശേഷം മെയിൻസ് എക്സാം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ തസ്തികകളുടെ സാധ്യതാ പട്ടികകളിൽ ഉൾപ്പെടുന്നവർക്ക് വെവ്വേറെ മെയിൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ 2023 ജൂലൈ മാസത്തിലും സബ് ഇൻസ്പെക്ടർ ഓഫ് തസ്തികയുടെ മുഖ്യ പരീക്ഷകൾ ഓഗസ്റ്റ് മാസത്തിലാണ് നടന്നത്. അപ്പോൾ SIയുടെ മെയിൻസ് പരീക്ഷ എപ്പോഴെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് മാസത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ തസ്തികയുടെ പ്രാഥമിക പരീക്ഷ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, യൂണിവേഴ്സിറ്റി LGSന്റെ പ്രാഥമിക പരീക്ഷ. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് ഒറ്റ പരീക്ഷയല്ല, അതിന് പ്രിലിംസും മെയിൻസ് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന്റെ പ്രാഥമിക പരീക്ഷ 2023 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ വിവിധ ഘട്ടങ്ങളിലായി നടത്തുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനോടം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള 10, 12 ബിരുദ യോഗ്യതയുള്ള മറ്റ് തസ്തികകളുടെ പരീക്ഷകൾ 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ, എന്തായാലും 2023 എന്ന് പറയുന്ന ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയിൽ പരീക്ഷകളുടെ ചാകരയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. മെയിൻസ് ലിസ്റ്റിലേക്കൊക്കെ ഉള്ളവർക്ക് സമയം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാര്യം ഒരുപാട് പേര് ഈ ഒരു കാര്യം സർപ്രൈസ് ആയിട്ട് അറിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഒരുപാട് പേര് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വന്ന ബാക്കി 1-2 റിസൾട്ടുകളോട് നോക്കാം. ഇന്ന് വന്നിട്ടുള്ള അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST ഓൺലി തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് കണ്ട് കണ്ണുകളിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കട്ട് ഓഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഇത് കണ്ടല്ലോ, ഇത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്, ST ഓൺലി ആണ്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും
2 മാർക്കാണ് കേട്ടോ. 2 മാർക്ക് മാത്രമാണ് എന്ത് നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 181 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്തുള്ളത്. 2 മാർക്ക് മാത്രമാണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അടുത്ത് വേറൊരു അടിപൊളി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതിയ എല്ലാവരും നമ്മുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടു. അതാണ് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പരീക്ഷ എഴുതിയ എല്ലാവരും ലിസ്റ്റിനകത്തുനിന്ന് അല്ലേ. അപ്പോൾ വർക്കർ, പ്ലാന്റർ, അറ്റൻഡർ ഗ്രേഡ് 3, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. നമ്മുടെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ കീഴിലുള്ള വകുപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എക്സാം എഴുതിയത് വളരെ കുറച്ച് പേരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 2, 4, 6, 8, 10 പേരല്ലേ. 10 പേരെ പരീക്ഷ എഴുതിയുള്ളൂ. 10 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിനകത്ത് കട്ട് ഓഫും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ് ആൾക്കാരും എക്സാം എഴുതിയ എല്ലാവരും ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത് വന്നിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചറിൻ്റെയാണ്. ഹൈസ്കൂൾ ടീച്ചർ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്ന ലിസ്റ്റാണ്. നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 235/2021 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കേരള PSC കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ട് 165 പേരാണ് നമ്മുടെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത്. ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് കണ്ടല്ലോ 49.33 ആണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാൽ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മുടെ മെയിൻസ് എക്സാംസ് നടത്താൻ പോകുന്ന തീയതികൾ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം ഡേറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാറിപ്പോയാൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് ജൂൺ 3-നാണ്. ജൂൺ 3-ന് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജൂൺ 6-നാണ്. അതുപോലെ തന്നെ ബിവ്കോ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടത്താനായിട്ട് പോകുന്നത് ജൂൺ 17-നാണ്. അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് സെറാമിക്സ് ലിമിറ്റഡിലേക്കുള്ളതാണ്. അതും ജൂൺ 17 തന്നെയാണ്. സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടത്താനായിട്ട് പോകുന്നതും ജൂൺ 17-ആണ്. ജൂൺ 17-നാണ് സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടത്താനായിട്ട് പോകുന്നത്. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ശ്രദ്ധിക്കണേ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് 9-നാണ്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാമിനേഷൻ മെയ് 18-നാണ്. അതുപോലെ തന്നെ വിമൺ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ മെയ് 19-നാണ്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് LD ആണ്. ടൈപ്പിസ്റ്റ് LD എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് 30-നാണ് കേട്ടോ. മെയ് 30-നാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഇത് വളരെ പെട്ടെന്ന് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. കാരണം പ്രിസൺ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അത് ഏപ്രിൽ 25-നാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാമിനേഷൻ. പിന്നെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ IRBയുടെ അടുത്ത എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് മെയ് 3-നാണ് കേട്ടോ. അപ്പോൾ എൻഡ്യൂറൻസ് അല്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത മിക്കവാറും മെയിൻസ് എക്സാം ആയിരിക്കും. അപ്പോൾ IRB എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് 3-നാണ്. ബിവ്കോ LDയുടെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് 6-നാണ്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് 11-നാണ്. അതുപോലെ കമ്പനി കോർപ്പറേഷൻ്റെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് മെയ് 17-നാണ്. അപ്പോൾ ഇത്രയും എക്സാമിനേഷൻ്റെ ഡേറ്റുകളാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എക്സാമിനേഷൻ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.